നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഇലക്ഷൻ സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും അവരിൽ നിന്ന് ജനങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. അസോസിയേറ്റ് സ്പോൺസർ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കാവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, ഡോക്ടർ സരിദാസ് ബ്യൂട്ടി കെയർ ആൻഡ് മാർജിൻ ഫ്രീ ഫുഡ് വെയർ. നല്ല നല്ല പദ്ധതികളെ നിലവിൽ വരുത്തണം. ഇനിയുള്ള തലമുറയ്ക്ക് മാന്യമായ രീതിയിൽ ഒരു ജീവിതം ഇവിടെ ഉണ്ടാകണം. അങ്ങനെയുള്ള പ്രതികൂലങ്ങളൊന്നും വരാതെ ഭരണം കിട്ടുന്ന ആള് അത് കൈവരിക്കണം. അത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടി ഇപ്പൊ ഈ വയസ്സായവരൊക്കെ പെൻഷനൊക്കെ കിട്ടാതെ വിഷമിക്കണില്ലേ, അത് പിന്നെ വീടില്ലാത്തവർക്ക് വീട്, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. അല്ലാതെ പിന്നെ ഈ മരുന്നിനൊക്കെ പൈസകളില്ലാതെയൊക്കെ വിഷമിക്കണവരുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹം. ചെയ്യണം, അതാണ് നമ്മളെ ആഗ്രഹം. വേറെ എന്ത് പറയാ, ഇവരൊക്കെ ജയിക്കുമ്പോൾ വന്ന് ഓരോന്ന് പറയും, ജയിക്കാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ അവരെ നമ്മളിനി കാണേയില്ല, അടുത്ത് കാണേയില്ല. നമുക്ക് അടുത്തൊന്നും കാണണ്ട, എങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. അപ്പൊ അവരോട് എന്താണ് പറയുന്നത്, എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്? ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. അതെല്ലാം എല്ലാവരും കൊച്ചാണല്ലോ, അത് തന്നെയല്ല ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ അതാണ്, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിയും, പിന്നെ വോട്ടിന് വേണ്ടി വീണ്ടും വരും. നമ്മൾ കൊടുക്കുന്ന നികുതി പണം അവരങ്ങോട്ട് കൈകാര്യം ചെയ്യുക. അതല്ല ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് സേവിക്കണം. സേവനമാണ് ഇത്, കാശ് വാങ്ങിച്ചുകൊണ്ടുള്ള സേവനം. അതെ, ശരിയല്ലേ? വേറെ ഇപ്പം നമ്മളിപ്പം ഇവിടെ പിന്നെ ഈ എന്താ പറയുക, കൂട്ടുമുന്നണി രണ്ട് കൂട്ടരും ഇവിടെ എതിർപ്പ്. ഇവിടം വിട്ട് കഴിഞ്ഞാൽ വാളയാറ് കഴിഞ്ഞാൽ 2 കൂട്ടരും ഒരു തോളത്ത് കൈയിട്ട്. അപ്പോൾ അതെന്ത് ജനാധിപത്യം? അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വൈരാഗ്യത്തോടു കൂടിയല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പല പല കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. അതാ പറയാനുള്ളത്. അപ്പൊ അവരടുത്ത് എന്താണ് മാമന് പറയാനുള്ളത്? എങ്ങനെയായിരിക്കണം? നല്ല ഭരണം കാഴ്ചവെക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാർലമെന്റിൽ പോയി നല്ല വിധത്തിൽ ഭരണം നടത്തി ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കണം. അതെ, നാടിന് വേണ്ടി നല്ലത് ചെയ്യണം. നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല പാവങ്ങളെ സഹായിക്കണം. ഉള്ളത് സഹായിക്കുന്നില്ലെങ്കിലും കൂടുതൽ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കണം. കമ്മ്യൂണിസ്റ്റ് ജയിക്കും, അത്രേ ഉള്ളൂ. അവരോട് ജയിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവര് എന്തിനു ചെയ്യണമെന്ന് പറഞ്ഞാൽ പലതും എല്ലാവരും വാഗ്ദാനം കൊടുത്ത് ശരിയാക്കിയാൽ ഓക്കെ. എല്ലാവരും ചെയ്യുമെന്നൊന്നും ഇല്ലല്ലോ, പറയുന്നത് പറയും. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പിടിച്ചെല്ലാം കറക്റ്റാകുമ്പോൾ അവരവരുടെ കുടുംബങ്ങളെ ജീവിക്കാൻ വേണം. അതേ ഇല്ല, അവര് സ്വന്തം വീടുകളിൽ ഇന്ന് എല്ലാവരോടും ഫ്രീ കണക്ഷൻ കൊടുക്കുകയാണ്, പൈപ്പ് കണക്ഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഒவ்வொரு ഇതും അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അവർ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അവരവർ വന്ന് കയറുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു കാര്യം നടക്കും. അതേ ഉള്ളൂ. അവരോട് നമ്മൾ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയില്ലേ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. കുറച്ച് നന്ദിയൊക്കെ രേഖപ്പെടുത്തുക അവർക്ക്. പിന്നെ വേറെ എന്തായാലും പാർട്ടി തന്നെ വരുള്ളൂ ഭരണത്തിൽ. അത് ജനങ്ങൾക്ക് ജനങ്ങളെല്ലാം പല പല തട്ടിലാണ്. അപ്പം പലരും പല രീതിക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ പെൻഷനും പിന്നെ വീടില്ലാത്തവർക്ക് വീട്, ഒരു നേരം ആഹാരത്തിന് ഗതിയില്ലാതെ നടക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി സർക്കാർ ചെയ്യണം. അതെൻ്റെ അഭിപ്രായം. എന്ത് പറഞ്ഞാലും ഒന്നും മാറി സംഭവിക്കാൻ പോണില്ല. ആര് വന്നാലും എല്ലാം ഒപ്പം തന്നെ. ഒരിക്കലും ഒന്നും മാറാനൊന്നും പോണില്ല. ഇതൊന്നും അവരവരെ കുടുംബത്തിന് കൊള്ളാം, അല്ലാതെ വേറെ ഒന്നും ഇതിൽ നടക്കാനൊന്നുമില്ല. ആര് വന്നാലും അതാണ് എനിക്ക് അതായി പറയാനുള്ളൂ. അങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ വയസ്സായ ആളുകൾക്ക് കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കുക, ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുക. കൂടുതൽ പറയാനുള്ളത് അതാണ്. പിന്നെ ഈ പറയും പോലെ പാവപ്പെട്ടവരെ സഹായിച്ചാൽ അത്രയും ഉത്തമം, അത്രേ പറയാനുള്ളൂ. ആര് വന്നാലും ഇങ്ങനെ താഴേക്കടയിൽ കിടക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടത് താഴേക്കടയിൽ തന്നെ കിടക്കും. അവർ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല അവർക്ക്. എന്തെന്ന് പറഞ്ഞാൽ കൂലിപ്പണി ചെയ്യാൻ പറ്റാത്തവർക്ക് അവർക്ക് മരുന്നിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ ആഹാരം ഇല്ലാതെ കിടക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വീടില്ലാത്തവരുണ്ട്, പക്ഷെ വീടുള്ളവർക്ക് വീട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഈ താഴേക്കടയിൽ കിടക്കുന്നവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചാൽ അത്രയും നല്ലതെന്നേ പറയാനുള്ളൂ. ആര് വന്നാലും പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കേണ്ട തക്കതായ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുക.
എല്ലാവരും ഒരുപോലെ, പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരേപോലെ കൊടുക്കാൻ പാടില്ല. പാവങ്ങൾക്ക് കൊടുക്കേണ്ട പാവങ്ങൾക്ക് തന്നെ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നും കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതൊന്നും വരാൻ പാടില്ല. മനസ്സിലായി. പിന്നെ KSRTCയുടെ ശമ്പളം എന്ന് പറയുന്നത് 2 വായിച്ചു കൊടുക്കണം, അതൊന്നും വരാൻ പാടില്ല. പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കണം. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വിധവ പെൻഷനുകൾ അതൊക്കെ കറക്റ്റായി കൊടുക്കണം. ഏത് സർക്കാർ വന്നാലും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഒരുപാട് പേര് മടിച്ചിരുന്നു. കാരണം അവർ കഷ്ടപ്പെട്ട് ഇലക്ഷനിട്ട് ജയിപ്പിച്ചെടുക്കും, പക്ഷെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഒരു വലിയ പരാജയം തന്നെയാണ്. ഇലക്ഷൻ അത് നല്ലതായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ആൾക്കാർക്ക് ഒരു കണക്കൂട്ടലുണ്ട്, മനസ്സിലായി. ആ കണക്കൂട്ടൽ തെറ്റിപ്പോയ ഇലക്ഷൻ ആര് നിന്നാലും ബുദ്ധിമുട്ടുണ്ട് ജയിക്കാൻ. പറയാനുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് ഭരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഭരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നല്ല ഗവൺമെന്റ് വികസനങ്ങളെല്ലാം കൊണ്ടുവരാം. കൊടുക്കുന്ന ഫണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ആര് ജയിക്കുന്നതിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക, ഫണ്ടൊക്കെ മാക്സിമം വിനിയോഗിക്കുക, അത്ര ജയിച്ചിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു മാറ്റം അനിവാര്യമാണ്. അപ്പോഴ് വളർന്നു വരുന്ന നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഒരുപാട് പേര് നമ്മളെ കേരളത്തിലുണ്ട്. അത് എല്ലാവരും പുറം രാജ്യങ്ങളിലാണ് പോകുന്നത്. അവർക്ക് ജീവിതമാർഗം നേടുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖര ജയിച്ചാൽ അത് ചെയ്തിരിക്കും. ഇന്ന് നമുക്ക് നല്ലൊരു മാറ്റമുണ്ട്. മോദിജിയുടെ ഭരണം ഏറ്റവും നല്ലൊരു ഭരണമാണ്. അത് വീണ്ടും വരും. ചെയ്യുന്ന തോന്നുന്ന IT മേഖലയിലൊക്കെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യും. സാറ് നല്ല സംരംഭം ചെയ്യും. പിന്നെ കടപ്പുറം മേഖലയിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. 15 വർഷം കൊണ്ട് ശശി തരൂർ തന്നെ ഇവിടെ എന്തെല്ലാം നാളെ നിന്നിട്ട് സാറ് ഒന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചില്ല. അപ്പോൾ കേന്ദ്രത്തിന് ഉറപ്പുള്ള ഒരു ഗവൺമെന്റിലെ ഒരു MP ഇവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സാറ് നല്ലൊരു മന്ത്രിയായിരിക്കും. നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യും. പാവങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാതെ രാജ്യത്തെ കൂടുതൽ സ്നേഹിക്കണം. അതേ ഉള്ളൂ. വേറെ എന്താ പറയാ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചെയ്യേണ്ട അവർ ചെയ്യട്ടെ. അവർ വെട്ടേണ്ട വെട്ടും. കണ്ടില്ലേ വീടിന്റെ ഭവന പദ്ധതി പാവങ്ങൾക്കുള്ള എത്രയോ കോടി രൂപ വെട്ടിച്ചു കുറയ്ക്ക് ആണ് പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള ജനത്തിന് രോഗമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നല്ല കാര്യങ്ങൾ ചെയ്യണം. എങ്കിലേ ആര് ജയിച്ചാലും പാവങ്ങളെ സംരക്ഷിക്കണം. അതാണ് ഏറ്റവും കഷ്ടം. ഞാൻ ഇത് കണ്ണു കാണാൻ വയ്യാത്തൊരു മനുഷ്യനെ കൊണ്ട് നടക്കുക. യാതൊരു വക ആനുകൂല്യങ്ങളും ഇല്ല, ഇത്രയും നാളും ഇല്ല. ഇനി വല്ലവരും തന്നാലുണ്ട്. അനുകൂലമായ ഒരു സാഹചര്യം ഇന്നും വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു ഇപ്രാവശ്യം മാറ്റി ചെയ്തു. ഇനിയെങ്കിലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് ഓർത്തു. ജനങ്ങൾക്ക് നല്ല എല്ലാ കാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ജയിക്കൂട്ടൂ, അല്ല ജയിക്കൂല. അതേ ഉള്ളൂ കാര്യം. നല്ലൊരു വ്യക്തിയായിരിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അങ്ങനെയുള്ളവർക്കാണ് കിട്ടേണ്ടത്. പക്ഷെ അങ്ങനെയുള്ളതല്ല ഇപ്പൊ കിട്ടുന്നത്. ഇപ്പൊ കിട്ടുന്നതെല്ലാം വിവരിച്ച് അവരവരെ കുടുംബം അവരവരെ ഫാമിലി നോക്കണം. പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ട് തന്നെ കിടക്കുന്നു. അതാണ് നാട്ടിൽ നടക്കുന്നത്. അവനവന്റെ കുടുംബം നോക്കണമെങ്കിൽ നമ്മൾ സ്വയം വേല ചെയ്ത് മക്കളെ വളർത്തണം. അത്രേ ഉള്ളൂ. പക്ഷെ നല്ലത് വന്നാൽ നാട്ടിൽ നല്ലത്. അതന്നെ, നല്ല വ്യക്തി വന്നാൽ വികസനം ഉണ്ടാവും. റോഡ്, സ്ഥാപനങ്ങള്, പാവപ്പെട്ടവർക്ക് തൊഴിലുകൾ കിട്ടണം, അതൊക്കെ വേണ്ടതാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഇവര് വന്ന് ഫോണ് എടുക്കുന്നു. അല്ല, പാവങ്ങളെ സഹായിച്ച അത്രയും വലിയ ഉപകാരം. എത്രയോ പാവങ്ങൾ കിടക്കണം, അവരെയൊക്കെ ഒന്ന് സഹായിച്ച് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷനുകൾ കൊടുത്താൽ അത്രയും വലിയ ഉപകാരം. അത്രേ പറയാവുള്ളൂ. അല്ല, ഇവരെ കൊണ്ട് വേറെ ഒന്നും നടക്കില്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്യണം. ജനങ്ങളുമായിട്ട് നല്ല ഇതുള്ള ആളായിരിക്കണം, അത്രേ ഉള്ളൂ. മനുഷ്യപ്പറ്റി വേണം. അതാണ് പറയാം. റോഡുകൾ ശരിയാക്കുക. എവിടെ നോക്കിയാലും കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകണം. അത്രേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുക. എന്തായാലും സാധന വിലയിലും എല്ലാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിയില്ലാതെ നടക്കുന്ന, പഠിച്ചിട്ട് പഠിച്ച് ജോലിയില്ലാതെ കിടക്കുന്ന ആ വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കണം. അതാണ് കാരണം. ഇപ്പൊ ഒത്തിരി കുട്ടികൾ സമരത്തിലല്ലേ, അപ്പോൾ അവർക്ക് ജോലി കൊടുക്കുക. അവര് പഠിച്ച് കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അവർക്ക് ജോലി കൊടുക്കണം. പിന്നെ എന്താണ്, നാടിന് സമാധാനം ഉണ്ടാവണം. പിന്നെ സാധനങ്ങൾക്ക് വില കുറയ്ക്കുക. സന്തോഷകരമായ ഒരു എന്താ പറയുക, സന്തോഷത്തോടെയുള്ള ഒരു ഇന്ത്യ. പണ്ട് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയൊക്കെ ഭരിച്ചതുപോലെ ഒരു സമാധാനത്തോടെ ഉള്ള ഒരു നാടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. അവര് ഈ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ പാവങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്, അവർക്ക് വീട് കൊടുക്കുന്നില്ല, അവർക്ക് പെൻഷൻ നേരെ കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ഗവൺമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതാണ് ഏറ്റവും പരിഹരിക്കാനുള്ള കാര്യങ്ങൾ. അല്ലെന്ന് പറയാമോ? ഇല്ല. പിന്നെ വിധവമാർക്കും ഈ പിന്നെ വികലാംഗന്മാർക്കും അഗതിയർക്കും അവര് സമയത്തിന് പെൻഷൻ കൊടുക്കുകയോ അവരുടെ മരുന്ന് ചെലവുകളൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാതെ ജനങ്ങൾ ഇങ്ങനെ ഭിക്ഷ എടുത്തൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് ചെയ്യണം. പുതിയതായിട്ട് വന്നാലും ശരി, പഴയ ഇരിക്കുന്ന ആൾക്കാരായാലും ശരി തന്നെ അവര് ഇത് ജനങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യുക. അല്ല അവരുടെ മാത്രമല്ല അവർ ചെയ്തുകൊണ്ട് തിരിയാനുള്ളത്. അവര് മേളയ്ക്ക് പോവുക, അവരുടെ കാര്യം നോക്കുക, അവരെ കുടുംബാര്യം അന്വേഷിക്കുക, അതല്ല ചെയ്യാനുണ്ട്. ഒരു പാർട്ടിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ പാർട്ടിയിലിരിക്കുന്ന മറ്റുള്ള വ്യക്തികൾ അവര് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതാണ് യഥാർത്ഥ ഇത്. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. ജനങ്ങൾക്ക് വീടില്ല, ഒരുപാട് റോഡിലും വഴിയൊക്കെ ഒക്കെ കിടക്കുന്നുണ്ട്, വീടിടിഞ്ഞു വീഴുന്നുണ്ട്, പിന്നെ പാമ്പ് കയറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീടുകളുണ്ട്. അവർക്ക് ഇവര് കൊടുക്കുന്ന കാശായാലും മതി, അവർക്ക് വീട്ടിന് കൊടുക്കണം. അവര് ഭവന നിർമ്മാണം എന്ന് പറയുന്നു, പിന്നെ നരേന്ദ്രമോദി തരുമെന്ന് പറയുന്നു, ഒന്നുമേ ഇല്ല. അവര് കൊടുക്കുന്നു നല്ല സഹായവും നല്ല കഴിവും ആരോഗ്യമുള്ളവർക്കാണ് അവരെന്ത് ചെയ്യുന്നു വീട് കൊടുക്കുന്നത്. ഉള്ളവർക്ക് അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണ്. അവര് പാർട്ടികളെ നോക്കിയാണ് കൊടുക്കുന്നത്. പാവങ്ങൾക്ക് എന്തായാലും ചെയ്യുന്നില്ല, വിധവയ്ക്ക് കൊടുക്കുന്നില്ല, പിന്നെ പാവപ്പെട്ട കയ്യും കാലും ഇല്ലാതെ വഴിവക്കിലിരുന്ന് തെണ്ടുന്നവർക്ക് കൊടുക്കുന്നില്ല. അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അവര് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിന് വോട്ടിട്ടാലും അവര് ജയിക്കും. അപ്പൊ ആ പ്രവർത്തനമാണ് വലുത്. പെൻഷനുകളൊക്കെ കൊടുക്കാനുള്ള മുടക്കിയിട്ടിരിക്കണം, കൊടുക്കണം, ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരു അഭിപ്രായമില്ലേ? പെൻഷൻ വീട് പോലും ഇല്ലാത്ത എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത്? അത് അവർക്ക് തോന്നിയല്ലേ ചെയ്യുള്ളൂ. നാട്ടിന് വേണ്ടിയല്ലല്ലോ അവർ ചെയ്യുന്നത്. തരൂര് ജയിക്കും തോന്നുന്നു. ജയിച്ച അയാൾ എന്തൊക്കെ കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യണം? നാടിന് വല്ലതും ചെയ്താലേ ഒക്കെ ഉള്ളൂ. നാടിന് ചെയ്താലേ വല്ലതും നടക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും നടക്കില്ല. അതൊക്കെ നല്ല പ്രയോജനം വല്ലതും ചെയ്താലേ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ. പൊതുവായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിൽ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം ഇന്നത് തന്നെ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. എന്നാൽ അവരത് പ്രതീക്ഷിക്കുന്ന കാര്യമില്ലേ? അവര് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്യാൻ ഒക്കത്തില്ല ആര് ഭരിച്ചാലും. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുവരെ ഇപ്പോഴത്തെ ഭരണമായാലും അങ്ങനെ തന്നെ. കാരണം ഒരു കാര്യം നേരെ നടക്കത്തില്ല. അതുപോലെ വിദ്യാഭ്യാസം പിള്ളേർക്ക് ജോലിയില്ല. അതുപോലെ അവരെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്കേ ഉള്ളൂ, അവരെ ഭരണത്തിൻ്റെ ആൾക്കാർക്ക് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നാര് ജയിച്ചാൽ ഇന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള കാലഘട്ടത്താണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ആള് ശരിയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളെ വിശ്വാസം. നാട്ടിന് നല്ല കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ പഠിച്ച് ജോലിയില്ലാതെ കിടക്കുന്നവർക്ക് ജോലികൾ കൊടുക്കണം, അത് അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ പെൻഷനൊക്കെ കിട്ടണം. എനിക്ക് പെൻഷനുണ്ട്, പിന്നെ ഈ 1600 രൂപ പെൻഷനുണ്ട്, അതൊക്കെ മുടക്കമായിരുന്നു, അത് കൊടുക്കണം. പിന്നെ നാട്ടിലെ നല്ല കാര്യങ്ങൾ ചെയ്യണവർക്കില്ലേ നമ്മൾ വോട്ട് കൊടുത്തൊക്കെ ജയിപ്പിക്കുകയുള്ളൂ. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് നമ്മളെ അഭിപ്രായം. പഠിക്കണവർക്ക് ജോലി ഇല്ലാതെ ഇപ്പം പോലീസ് ടെസ്റ്റ് തന്നെ എല്ലാവർക്കും, എൻ്റെ 2 ചെറുമക്കൾക്ക് വരവുണ്ട്, അതും ഇല്ല, ഇപ്പം ജോലിയില്ല, ലാപ്സാക്കി 14-ാം തീയതി. അങ്ങനെയൊക്കെ ഉള്ള കഷ്ടത അനുഭവിക്കുന്ന പിള്ളേർക്ക് ഓരോ തൊഴിലുകൾ കൊടുക്കണ്ടേ? 2 മാസം കഷ്ടപ്പെട്ടവർ പഠിച്ച് ഇതായിട്ട് അങ്ങനെയൊക്കെ നാട്ടിൽ നല്ലത് ചെയ്യണം. ആര് ജയിച്ചാലും അങ്ങനെ തന്നെ. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. യോഗ്യതയ്ക്കനുസരിച്ച് ജോലി കൊടുക്കുക. ഇപ്പൊ തന്നെ ഒരുപാട് പേര് എന്തെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലിസ്റ്റിൽ കിടക്കുന്നവർക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ജോലി അവര് പഠിക്കുന്നവർക്ക് ജോലി കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥകൾ എല്ലാവർക്കും അറിയാം. ആര് ജയിച്ചാലും നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന ബസ് റൂട്ടുകളെല്ലാം പുനഃസ്ഥാപിക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം. പെൻഷൻ മുടങ്ങാതെ കൊടുക്കണം. ഇതൊക്കെ കുടിവെള്ളം തരുന്നില്ല. കുടിവെള്ളം 5-6 ദിവസമാണ് കുടിവെള്ളം കിട്ടി. രോഗികൾക്ക് അവരെ നോക്കുന്നതിന് ഒരു പെൻഷൻ ഉണ്ട്, ആ പെൻഷൻ കൊടുക്കണില്ല, അത് കൊടുക്കണം. PSC എഴുതി നിൽക്കുന്ന പിള്ളേർക്ക് ജോലി കൊടുക്കണം. കൂലിപ്പണിയില്ലാത്ത പിള്ളേരെയൊക്കെ കൂലിപ്പണി കൊടുത്ത് ജയിപ്പിക്കും. പിന്നെ നാട്ടിൽ നന്മ എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും വരുമ്പോൾ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ആര് വന്നാലും കൊടുക്കണം. വിലക്കയറ്റം അത് രൂക്ഷമാണ്. ഒന്നിനൊന്നിന് വില കൂടി വരണം. ഒന്നും പാവങ്ങൾക്ക് വാങ്ങിക്കാൻ പാടില്ല. സ്വർണ്ണ വില കുറയ്ക്കുന്ന പെൺപിള്ളേരല്ലേ ഉള്ളത്. ഒരു പടിയൊന്നും ഇട്ടയക്കാൻ പറ്റൂ.
ഇറങ്ങി പോവേണ്ട ഗതികേട്. നമ്മളൊക്കെ നല്ല കൂലിപ്പണിയും കഴിഞ്ഞൊക്കെ വന്നിരിക്കുന്നു. ചെന്നാ ഇനി യാത് കണ്ടി പോട്ട് വെള്ളം പോരെ ഒരു ലൈനിൽ കറണ്ട് ബില്ല് വരുന്നതാണെങ്കിൽ സപ്ലൈ കോയില് സർവത്ര സാധനം ഇറക്കണം. ആര് ജയിച്ചാലും കുഴപ്പമില്ല. അത് വരുന്നതാണെങ്കിലാ ഇന്ന മറ്റന്നല്ല കറണ്ട് ബില്ലൊക്കെ എഴുതിയിട്ടിട്ട് പോകണം. ഈ പാവങ്ങളൊക്കെ എങ്ങനെ അടയ്ക്കും? പെൻഷൻ മുടങ്ങാൻ പാടില്ല. ഇത്രയും കട രോഗികൾ കിടന്ന് കഷ്ടപ്പെടെടുക്കുകയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും വേണ്ടി സഹായിക്കൊണ്ട ഈ പെൻഷനെ കാത്ത ആൾക്കാർ ഇരിക്കുകയാണ്. വെള്ളം കുടിക്കാൻ കണക്കിന് അത് അവരത് മുടങ്ങാതെ അത് കൊടുക്കണം. അപ്പോഴപ്പോഴും വെള്ളം കൊടുക്കണം. ഞങ്ങളുടെ ഏരിയയിൽ തന്നെ എത്ര പേരുണ്ടെന്നറിയോ? അതായത് ആ പെൻഷൻ പൈസ വെച്ചിട്ടാണ് അവര് ഓരോ മാസം കഴിയുന്നത്. അപ്പൊ അത് കൊടുക്കാതെ ആകുമ്പോ 4-5 മാസമൊക്കെ ആകുമ്പോ അവരുടെ മരുന്ന് എവിടെ പോകും? അതൊക്കെ എത്ര പേര് കിടക്കുന്നു. ഞങ്ങളുടെ ഏരിയയിൽ തന്നെ എത്ര പേരുണ്ടെന്നറിയോ? വീടില്ലാത്തവരുണ്ട്. ഇപ്പൊ വീടുള്ളവർക്കാണ് ഓരോരുത്തർക്ക് വീട് കൊടുക്കുന്നത്. വീടില്ലാതെ വാടക കിടന്നിട്ട് ആ വാടക പോലും കൊടുക്കാൻ പറ്റാത്തവർ എത്ര പേരുണ്ടെന്നറിയോ? പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്രതികരിക്കും. ഞങ്ങള് തന്നെ സങ്കടം തോന്നിട്ടുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പം അവരവരുടെ കീശ നിറയ്ക്കാനേ ആര് പാർട്ടിയിൽ വന്നാലും അവരവരുടെ കീശ നിറയ്ക്കാനേ നോക്കുള്ളൂ. സത്യം പറയുന്നതാ. പക്ഷെ ഇനിയിപ്പോ ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല. സമാധാനം ഉണ്ടാകുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല. ഞങ്ങൾക്ക് ബസ്സിൽ കയറാൻ നിവൃത്തിയില്ല. ബസ്സിൽ കയറുമ്പോഴത്തേനും ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ബസ്സിൽ കയറാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു രാത്രി കാലങ്ങളിൽ 7 മണിക്ക് ശേഷം നമുക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് നാറൂലിൽ നിന്നൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് 12 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരും. അപ്പോഴുപോലും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഇത് ഉണ്ടാകുക, അത്രേ ഉള്ളൂ. അയ്യോ എനിക്ക് വോട്ടിട്ടിയാലേ നമുക്കെല്ലാം സഹായിക്കാന്ന് പറയും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ തലമുടി പോലും കാണാനില്ല. നല്ല ഭരണമായേ കൊള്ളൂ. നല്ല പ്രവർത്തനം നടക്കണം. നല്ല വേണ്ടി സഹായിക്കണം. പാവങ്ങളെ വോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പാവങ്ങൾക്ക് വല്ല സഹായിച്ചാലേ അടുത്തിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കയറിയേ ഉള്ളൂ. എവരെയൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നു. സാധനങ്ങളൊക്കെ എല്ലാം വില കൂടുതലല്ലേ? എല്ലാ സാധനങ്ങളും വില കൂടുതൽ. പെട്രോളിനായാലും അരിക്കായാലും എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ കുറച്ചല്ലേ പറ്റൂ. പാവങ്ങളൊക്കെ ഇറ്റിപ്പോരും പൈസയിലും മറ്റൊക്കെ കൊണ്ടു ചെന്നാൽ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അത് തന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. പിന്നെ വീടില്ലാത്തവർക്ക് വീടുകൾ, ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങള്, റോഡുകള്, വഴികളില്ലാത്തവർക്ക് അങ്ങനെ എല്ലാ സഹകരണങ്ങളും ചെയ്തേ പറ്റും. ഈ വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും ഒക്കെ ഉള്ള അതൊക്കെ തേടി പിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സർവേ നടത്തി അങ്ങനെ ഒരു ഇതും ഇല്ലാത്തവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് പാർട്ടി കയറിയിരുന്നാലും കാരണം എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം നല്ല കാര്യം ചെയ്യണമെന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ എന്ത് കാര്യം? പിന്നെ വിദ്യാഭ്യാസം ഇല്ലാതെ പഠിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന കുട്ടികളുണ്ട്. ഒരുപാട് സുഖമില്ലാതെയൊക്കെ കിടക്കുന്ന ആൾക്കാർ, അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം തേടി പിടിച്ചൊരു കുറേ 2-3 ആൾക്കാരെ കിட்ட അന്വേഷിച്ച് എവിടെയാണോ കൂടുതൽ ആൾക്കാർ പാവപ്പെട്ടവരുള്ളത് അവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ എന്ത് വേണം? എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് വ്യക്തി നല്ലതായി നോക്കിയിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ അല്ല ഇത് പറയാ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവരൊക്കെ ഈ പാവങ്ങൾ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തുണ്ട്. വീടില്ലാത്തവരും കിടക്കാടമില്ലാത്ത അങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഉള്ളിലോട്ട് ഈ വാടകയ്ക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അന്വേഷണം നടത്തി നല്ല രീതിയിൽ അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യ അർഹത ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. ഏത് പാർട്ടി ആയിരുന്നാലും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളത് ഇതുവരെ ഞാൻ ഒന്നിനും പോയിട്ടില്ല. എനിക്ക് ഒരു അഭിപ്രായം പറയാമല്ലോ, നമ്മൾ ആര് ജയിച്ചാലും കാര്യമില്ല. നമുക്ക് പാർട്ടിയൊന്നുമില്ല. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാൻ തന്ന എല്ലാ ആഹാര സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടാനും അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നില്ല അഭിപ്രായം. പാവങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപകാരങ്ങളും ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം പാവങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ പഠിക്കുന്ന മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളത്, അവർക്ക് സർവീസ് നല്ല സമയത്തിന് കിട്ടാനും, പിന്നെ അവരെ ഭക്ഷണ സാധനങ്ങൾ കൊച്ചുങ്ങൾക്ക് ഉണ്ടല്ലോ സ്കൂളിൽ, അത് സമയത്തിന് കൊടുക്കുക. അതിൻ്റെ ഇത് പിന്നെ പാവങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഗുളിക പോലും ഇല്ല. 10-30 ദിവസത്തേക്ക് തന്നുകൊണ്ടിരുന്ന ഗുളികളെല്ലാം ഇപ്പം 10 ദിവസത്തേക്ക് ആക്കി വെച്ചിക്കിന്. അപ്പം പാവങ്ങൾക്ക് എല്ലാം കൊണ്ടും
ജയിക്കുന്ന ആളെല്ലാം ചെയ്യണം. അത് തന്നെ. കുടിവെള്ളങ്ങളില്ല, പൈപ്പുകളിൽ കുടിവെള്ളമാണ് ഏറ്റവും ആവശ്യം. റോഡ് നല്ല രീതിയിൽ പോകണില്ല. കുറേയുടെ ഉള്ള റോഡുകളൊക്കെ കുണ്ടും കുഴികളും ആയിട്ടൊക്കെ അങ്ങനെ കിടക്കണം, അപകടങ്ങൾ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ജയിക്കുന്ന പാർട്ടി ആരായാലും. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആശുപത്രി ഗുളിക വാങ്ങിക്കണം, പെൻഷൻ സമയത്തിനില്ല. 13 മാസത്തെ പെൻഷനായപ്പോൾ ഇപ്പം 3 മാസം കൊടുത്ത് പൈസ പാവങ്ങൾ, നമ്മളെ പോലെയുള്ള പാവങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് ഗുളിക വാങ്ങിക്കണം, മരുന്ന് വാങ്ങിക്കണം. അവരെ കുടുംബ ഭാരം ഇത് വീടില്ലാത്തവർ എത്ര എണ്ണമുണ്ട്, വീടുകളില്ല, എല്ലാം. എനിക്കും വീടില്ല. നമുക്ക് ലിസ്റ്റിലൊക്കെ ഒരുപാട് ദിവസത്തെ പ്രാവശ്യം കൊണ്ടുവരണം, ആ സമയത്തിനൊന്നും വീടില്ല. എല്ലാം അറിഞ്ഞൂടാ. അയാൾ ജയിക്കുമ്പോ അയാളെ കാര്യം അന്വേഷിക്കും, നമ്മൾ നാട്ടുകാരൊക്കെ ചെയ്യും. ഇതുവരെ ജയിച്ചവരാരും ഒന്നും ചെയ്തില്ല. ഇനി വരാൻ പോകുന്നൊരു ചെയ്യുമോ ഇല്ലെന്ന് അറിയാൻ നോക്കില്ല. പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ പലരും ജയിച്ചു പോയി, ആരും ഒന്നും ചെയ്തില്ല. ഇനി അടുത്ത് വരാൻ പോകുന്ന ആളെന്ത് ചെയ്യാമെന്ന് അറിഞ്ഞൂടാ. ആൾക്കാരെ കൊല്ലാൻ്റെ പണന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ കൊണ്ടെങ്കിലും അല്ലാതെ നാടിലേക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അവൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ല ഒന്നും ചെയ്യില്ല. അവന്മാർ കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറയണത്. നമ്മുടെ ഏരിയയിലൊന്നും കിടാണ് കാണുന്നത്, ആ ഏരിയയിൽ ഒന്നും ചെയ്തിട്ടില്ല ആരും. എം.എൽ.എ അന്ന് അങ്ങനെ പാഠശാല ഒന്ന് ജയിച്ചാൽ വരണ സ്കൂളും കാര്യങ്ങളൊക്കെ ചെയ്തു, അതല്ലാതെ അവിടെ ആരും ഒന്നും ചെയ്തില്ല. അവരാരും ഒന്നും ചെയ്തു തരൂല്ല, അത്രയേ ഉള്ളൂ. പെൻഷൻ മുടങ്ങി കിടക്കണം, വീടുകളൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവരുണ്ട്, അവർക്ക് ആർക്കും ഒന്നും കൊടുക്കൂല്ല. പിന്നെ അവര് ജയിച്ചെന്ന് അവരെ കുടുംബത്തേക്ക് കൊള്ള ഭയങ്കര കഷ്ടങ്ങളായിട്ട് കിടക്കണം. അവർക്ക് എന്തെങ്കിലും ധനസഹായങ്ങൾ ചെയ്താൽ അവര് വീണ്ടും ചെയ്യും. ആ പെൻഷൻ, പിന്നെ വീട് ഇല്ലാത്തവർക്ക് വീട്, ായിട്ട് ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായിച്ചാൽ അവര് എന്നെ ഇന്നും ചെയ്യും. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.